ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എതിരെയുള്ള കംപ്ലൈൻറ്റും പിൻവലിച്ചിട്ട് ചന്ദ്രമതി നേരെ ഭാമയുടെ വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് തന്നെയാണ് സച്ചിയും രേവതിയും കൂടി ശരത്തിനെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മിയമ്മയും ദേവുമായി നേരെ ഭാമയുടെ വീട്ടിലോട്ട് വരുന്നത്. ഭാമയുടെ വീട്ടിലോട്ട് വരുന്ന ശരത്തിനെ കാണുന്നതും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമുണ്ട്. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം സച്ചിൻ രേവതിയും കൂടി പറയുന്നു, ശരത്തെ നീ അമ്മയോട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് ശരത്തിനോട് സംസാരിക്കുകയാണ്. ശരത്ത് ചന്ദ്രമതിയോട് ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറയുകയാണ്. അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ചന്ദ്രമതി ദേഷ്യത്തിൽ തന്നെയാണ് അവരോടെല്ലാം സംസാരിക്കുന്നത്. അതിനുശേഷം അവരെല്ലാവരും തിരിച്ച് മടങ്ങിപ്പോന്നു. അതിനുശേഷം ചന്ദ്രമതി നേരെ ചന്ദ്രോദയത്തിലോട്ട് തിരിച്ചു വരികയാണ്. അവിടം വരെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. തിരികെ ചന്ദ്രോദയത്തിലോട്ട് വരുന്ന ചന്ദ്രമതിയെ കാണുന്നതും ശ്രുതിയും ഓടി വന്ന് സ്വീകരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും രവിയും എല്ലാവരും നോക്കുകയാണ്. എന്തായാലും വന്നതല്ലേ, വലതുകാല് വെച്ച് തന്നെ കയറാൻ പറയും. അങ്ങനെ ചന്ദ്രമതി വലതുകാല് വെച്ച് അകത്തോട്ട് കയറുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി വന്ന് ഹാളിൽ വന്നിരിക്കും. അങ്ങനെ രവി ചന്ദ്രമതിയോട് സംസാരിക്കും. എന്നാലും എൻ്റെ ചന്ദ്രൻ, ഇത്രയൊരു നിസ്സാര പ്രശ്നത്തിന് നീ ഇവിടുന്ന് വീട് വിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. നിസ്സാരമായ കാര്യമോ? ഇവളുടെ ആങ്ങളെ എൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയതും എന്നെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതൊക്കെ നിങ്ങൾക്ക് നിസ്സാര കാര്യമാണോ? അതിൻ്റെ പേര് ഇവളെ ഇവിടുന്ന് പുറത്താക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. രേവതി മോളുടെ ആങ്ങളെ ചെയ്ത തെറ്റിന് അവളെ എന്തിനാണ് ചന്ദ്രയെ പുറത്താക്കുന്നത്? അവളെ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കും. നിങ്ങൾക്കല്ലെങ്കിലും അവളെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ എന്നൊക്കെ ചന്ദ്ര രവിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷയും ശ്രുതിയൊക്കെ പറയും, അല്ല ആൻറ്റി ഇവിടുന്ന് പോയതിനെക്കാട്ടിലും ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് പറയും. ക്ഷീണമോ? എനിക്ക് ക്ഷീണമൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ചെറിയ ക്ഷീണമുണ്ട്. അതേ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാഞ്ഞിട്ടായിരിക്കും. ഞാൻ ദൂരെയൊക്കെ ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നല്ല ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. ഒരാഴ്ച കൊണ്ട് രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ഞാൻ 1 കിലോ വെയിറ്റ് കൂട്ടുമെന്ന് പറയും. അച്ഛക്ക് ഞാൻ അവിടെ തിന്നാതെയും കുടിക്കാതെയൊന്നും കിടന്നില്ല. ഞാൻ നല്ല വയറ് നിറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ കഴിച്ചിട്ട് തന്നെ കിടന്നതെന്ന് പറയും. അത് ശരിയാച്ചാ, ചിലപ്പോൾ ഒരു പക്ഷേ അമ്മയ്ക്ക് വഴക്ക് കൂടാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ആകുമ്പോൾ രേവതിയുടെ പുറത്ത് എപ്പോഴും വഴക്ക് കൂടാമല്ലോ. അവിടെ ഭാമയാൻറ്റി മാത്രമല്ലേ ഉള്ളൂ. ഭാമയാൻറ്റി അമ്മ എന്ത് പറഞ്ഞാലും അനങ്ങാതെ കേട്ടുകൊണ്ടിരിക്കും, വഴക്കൊന്നും കൂടാതെ. ചിലപ്പോൾ അതിൻ്റെത് കൊണ്ടായിരിക്കും അമ്മ ഒന്ന് ക്ഷീണിച്ചു പോയെന്ന് പറയും. മതി ഇനി അതിൻ്റെ പേര് സംസാരമൊന്നും വേണ്ട. അല്ല ചന്ദ്രേ, നീ എന്താ പെട്ടെന്ന് കേസ് പിൻവലിക്കാൻ കാരണം? ഞാൻ അവിടെ വന്ന് നിൻ്റെ അടുത്ത് സംസാരിച്ചാണല്ലോ കേസ് പിൻവലിക്കണമെന്ന്. അപ്പം നീ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. പിന്നെ നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം? അത് ഇവളുടെ എൻ്റെ കാല് പിടിക്കാൻ വന്നെന്ന് പറയും. ആര്? രേവതി മോളുടെ വീട്ടുകാരോ? ഇവളുടെ അമ്മയും അനിയത്തിയും കൂടി എൻ്റെ ഭാമയുടെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു അവളുടെ മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചതെന്ന് പറയും. അപ്പം ഞാൻ നിന്നെ വന്ന് കണ്ടിട്ട് നിനക്കൊരു മാറ്റം ഉണ്ടായില്ലേ ചന്ദ്രയെന്ന് ചോദിക്കും. അതും കൂടി കൊണ്ടാണ് ഞാൻ കേസ് പിൻവലിക്കാമെന്ന് കരുതിയത്. അപ്പോഴുടനെ വർഷം ചോദിക്കും, അല്ല ആൻറ്റി, രേവതി ചേച്ചിയുടെ അമ്മയും ദേവും വരുന്നതിന് മുമ്പാണല്ലോ ആൻറ്റി കേസ് പിൻവലിച്ചത്. അതെന്താ? അതിന് മുമ്പല്ലേ നിങ്ങളുടെ അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അവനൊരു പഠിക്കുന്ന പേരിൽ കേസ് പിൻവലിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചത്. അതിന് ശേഷമാണ് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടി വന്നതെന്ന് പറയും. ശരി, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നല്ല മാറ്റം ഉണ്ടല്ലോ. എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, കേസ് പിൻവലിച്ചു. ഇനി അതിൻ്റെ പേരിൽ ഒരു സംസാരമൊന്നും വേണ്ട. ശരി, ഇനി സംസാരമൊന്നും വേണ്ട. ഇവളെ പുറത്താകാനായിരുന്നല്ലോ നിങ്ങൾക്ക് വിഷമം. ശരി, ഇവളെ പുറത്താക്കണ്ട. ഇവളുടെ വീട്ടുകാർ ഇനി ഒരു കാരണവശാലും ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും. എന്തൊക്കെ ചന്ദ്ര നീ പറയുന്നത്? രേവതി മോളുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും? ദേവും ലക്ഷ്മിയും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് രേവതിയെ കാണാൻ വീട്ടിലോട്ട് വരുമെന്ന് പറയുമ്പം എനിക്ക് തടയാൻ പറ്റുമോ? ഇവളുടെ വീട്ടുകാർ എന്തിനാണ് വരുന്നത്? എൻ്റെ കഴുത്തിലും കാതിലും എന്തെങ്കിലും സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെന്ന് അവളുടെ മോൻ്റെ അടുത്ത് പറയാനായിരിക്കും. എന്നിട്ട് അവനെ കൊണ്ട് രാത്രി മോഷ്ടിക്കാനായിരിക്കും. ഉടനെ രേവതി പറയും, അമ്മേ എന്തിനാ അമ്മേ പിന്നെയും അത് തന്നെ പറയുന്നത്? അവനൊരു കള്ളനൊന്നുമല്ലേ. മുമ്പ് ഒരു തവണ അവന് സച്ചേട്ടൻ്റെ ബൈക്ക് മോട്ടിച്ചു. അതിൻ്റെ പേര് അവൻ എപ്പോൾ ഇവിടെ വന്നാലും അമ്മയും എല്ലാവരും ചേർന്ന് അവനെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് അവൻ ചെയ്തു പോയൊരു തെറ്റാണ്. അവൻ ചെയ്ത തെറ്റിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കത്തില്ല. തെറ്റ് തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അമ്മയുടെ തോന്നുന്നത് ക്ഷമ പറയാൻ. അവൻ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കത്തില്ല. അവൻ നല്ലോണം പഠിക്കുന്ന പയ്യൻ, അവനൊരു ഭാവിയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞത് കേസ് പിൻവലിക്കണമെന്ന്. അമ്മ അങ്ങനൊരു കാര്യം അമ്മ ചെയ്താൽ ഞങ്ങൾ അമ്മയുടെ എന്നും കടപ്പെട്ടിരിക്കുമെന്നൊക്കെ പറയും. ചന്ദ്രമതി അത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. ശരി, ഇനി അതൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പറയും, ശരി എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് രവിയോട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം
ചന്ദ്രൻ പറയും, അല്ല ഞാൻ ഭാമയുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ രവി ചോദിക്കും, ഞാനോ? നിങ്ങൾ പിണങ്ങി നിങ്ങളുടെ സ്വന്തം അമ്മയുടെ വീട്ടിലോട്ട് പോകുമെന്നൊക്കെ. അതെന്താ, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും വീട്ടുകാരും ഒക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് പുരുഷന്മാർക്കും ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, അമ്മയുണ്ട്. എനിക്കും എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. ഞാനൊന്നും ചെയ്യത്തില്ലല്ലോ. നിങ്ങളൊക്കെയല്ലേ ചെറിയൊരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേര് പിണങ്ങി വീട് വിട്ട് പോകുന്നത്. അപ്പോൾ സച്ചി പറയും, അതേ അച്ഛാ, ഈ കല്യാണം എന്ന് പറയുന്നതേ ഒരു കുരുക്കാണ്. അപ്പോഴത്തേക്ക് പറയും, ശരിയാ എന്നെല്ലാ ആണുങ്ങളും പറയും. അപ്പോഴത്തേക്ക് തിരിച്ച് എല്ലാ ഭാര്യമാരുടെ മുഖത്തോട് നോക്കുമ്പോൾ എല്ലാവരും നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ശ്രുതി വന്ന് ചന്ദ്രടുത്ത് പറയും, അമ്മയില്ലാഞ്ഞോണ്ട് ഞാൻ നേരെ ചെറിയ ഭക്ഷണം പോലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് സച്ചി പറയും, ശരിയാ, ഇവൻ ഇത്രയും ദിവസം പുറത്തുനിന്നായിരുന്നല്ലോ ഭക്ഷണം കഴിച്ചത്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം പറയും, ശരി, കേസ് പിൻവലിച്ച് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിലും ഒരു സംസാരമൊന്നും വേണ്ട, എല്ലാവരും പോയെന്ന് പറയും. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലോട്ട് പോവുകയാണ്. ആ സമയത്താണ് ശ്രുതി അവിടെ നിന്നിങ്ങനെ ആലോചിക്കുന്നത്, എന്നാൽ എന്തായിരിക്കും അതിൻ്റെ കേസ് പിൻവലിക്കാൻ കാരണമെന്ന്. അപ്പോഴത്തേക്ക് പറയും, എന്തായാലും അങ്കിള് പറഞ്ഞതുകൊണ്ടല്ല, കാരണം അങ്കിള് വീട്ടിൽ പോയി സംസാരിച്ചപ്പോഴും ആൻറ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്തായിരിക്കും കാരണം? അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങോട്ട് വരും. ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി നീ ആലോചിക്കുന്നത്? അല്ല ശ്രുതി, നമ്മളന്ന് ഭാമേനയുടെ വീട്ടിൽ പോയ സമയത്തേ അച്ഛൻ അമ്മയെ കാണാൻ അവിടെ ചെന്നായിരുന്നു. ആ സമയത്തും ആൻറ്റി പറഞ്ഞ ഒരേ ഒരു കാര്യം, കേസ് പിൻവലിക്കത്തില്ലെന്ന് തന്നെ. തിരിച്ച് വീട്ടിൽ വന്ന് അങ്കിളുടെ മുഖം നല്ല ഡള്ളായിട്ടിരുന്നതാണ്. പിന്നെ പെട്ടെന്ന് എന്താ ആൻറ്റിക്ക് മാറ്റം ചെയ്യും? അത് അമ്മ പറഞ്ഞതുപോലെ രേവതിയുടെ വീട്ടുകാർ വന്ന് സംസാരിച്ചുകൊണ്ടായിരിക്കും. അതിന് സാധ്യത കുറവാണെന്ന് പറഞ്ഞു. നിനക്കെന്താ ഇപ്പം അമ്മ വന്ന് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. എനിക്കിഷ്ടപ്പെടാഴികയൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് ശരത്തിനെതിരെയുള്ള കംപ്ലയിൻറ്റ് പിൻവലിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാനൊരു താല്പര്യം, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. അതെന്തെങ്കിലും ആവട്ടെ, ഇനി അതിൻ്റെ പേരിലൊന്നും നമ്മളൊന്നും കീറി മുറിച്ച് അന്വേഷിക്കാനൊക്കെ നിൽക്കേണ്ട, നീ പെട്ടെന്ന് റെഡിയാവും, ഷോപ്പിൽ പോകണമെന്ന് പറയും. അപ്പോഴും ശ്രുതിയുടെ മനസ്സ് മുഴുവൻ എന്താണ് ചന്ദ്രമതി കേസ് പിൻവലിക്കാനുണ്ടായ കാരണമെന്ന്. അപ്പോൾ ശ്രുതി കരുതും നേരെ ഭാമാനിയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന്. കാരണം ഇത്രയും ദിവസം ചന്ദ്രമതി ഭാമയുടെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഭാമയെടുത്ത് ചോദിച്ച സത്യാവസ്ഥ അറിയാമെന്ന് കരുതി ശ്രുതി ഭാമയെ കാണാനായിട്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി ടെറസിന് മുകളിലിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ രേവതി സച്ചിയോട് പറയും, സച്ചിയേട്ടാ എന്തായാലും എനിക്ക് സന്തോഷമായി, അമ്മ തിരികെ വന്നല്ലോ. അമ്മ വന്നതിന് ശേഷം അച്ഛൻ്റെ മുഖത്തിന് നല്ല തെളിച്ചം കണ്ടത്, അച്ഛൻ നല്ല വിഷമത്തിലായിരുന്നു എന്ന് പറയും. അതിന് നമ്മളല്ലല്ലോ രേവതി കാരണക്കാർ. അമ്മ സ്വന്തം ഇഷ്ടത്തിന് പോയില്ല, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അതിന് സമ്മതിച്ചില്ല, അതിനല്ലേ അമ്മ പിണങ്ങിപ്പോയെന്ന് പറയും. എന്തായാലും പോയതുപോലെ തന്നെ അമ്മ തിരിച്ച് വന്നില്ലേന്ന് ചോദിക്കും. എന്തായാലും ഇനി അതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ ആലോചിക്കേണ്ടത്, എത്രയും പെട്ടെന്ന് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കണമെന്ന് പറയും. അതെന്താ രേവതി, കടങ്ങളൊക്കെ നമ്മൾ തീർത്തുകൊണ്ടിരിക്കുമല്ലേ? അല്ല സച്ചടി, ഇപ്പം ശരത്തിൻ്റെ കേസിൻ്റെ ആവശ്യത്തിനായിട്ട് തന്നെ നമുക്ക് 5 ലക്ഷം രൂപ ചിലവായി. കാറിൻ്റെ ഡ്യൂ അടഞ്ഞുകൊണ്ടിരുന്നതല്ലായിരുന്നു, അത് തീരാറായതുവാ. പിന്നെ നമ്മൾ പൈസ മേടിച്ചില്ലയോ, പിന്നെ നമ്മൾ ബാങ്കിൽ ഇട്ടിരുന്ന കാശെടുത്തു, റൂം കെട്ടാനായിട്ട് വെച്ചിരുന്ന കാശെടുത്തു, എല്ലാം ചിലവായിപ്പോയി. അതൊന്നും നീ ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ കുറച്ച് ട്രിപ്പ് കൂടുതൽ ഓടി തീരാവുന്ന കടവേ ഉള്ളെന്ന് പറയും. എങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ രേവതി, എനിക്കൊരാഗ്രഹം, ഇപ്പോൾ ഈ മണ്ഡപങ്ങളിലൊക്കെ ഓഡിറ്റോറിയത്തിലൊക്കെ ഇപ്പോൾ ഈ പൂവുണ്ടാക്കുന്ന ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്താൽ നല്ല സെയിൽ കിട്ടും. ഞാൻ മുമ്പ് ഒരു ദിവസം കണ്ടതാണ്, ഓരോ ഓഡിറ്റോറിയമൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചേക്കുന്നത്. അപ്പോൾ പൂക്കൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് സച്ചേട്ടൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമെന്ന് ചോദിക്കും. പിന്നെ ഇത് നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ രേവതി, ഇത് എന്തായാലും നീ വിജയിക്കും, ഇത് നിൻ്റെ ഒരു പുതിയ ബിസിനസ് സംരംഭം ആയിരിക്കും എന്ന് പറഞ്ഞ് രേവതിക്ക് സച്ചി കൈ കൊടുക്കുകയാണ്. ഞാൻ എന്തായാലും അന്വേഷിക്കാം, ഇതുകൊണ്ട് നിനക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവുമെന്നൊക്കെ പറയും. അപ്പോഴേ രേവതി ഇങ്ങനെ ആകാശം നോക്കി പറയും, ഇതെന്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ ചിന്നി ചിതറി നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ സച്ചി പറയും, ഈ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് കുറേ പൈസയായിട്ട് നമ്മുടെ കൈവന്ന് വീണായിരുന്നെങ്കിൽ നമ്മുടെ കടങ്ങളെല്ലാം തീരുമായിരുന്നു ഇല്ലേ രേവതി എന്ന് പറയും. കൊള്ളാവല്ലോ സച്ചേട്ടൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം ശ്രുതി നേരെ ഭാമയെ കാണാനായിട്ട് ഭാമയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഭാമയും ശ്രുതിയും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. മുമ്പ് ശ്രുതി വീടുകളിൽ പോയി മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നല്ലോ, അങ്ങനെ പോയി ഉള്ളൊരു വീട്ടിലെ പരിചയമാണ് ഭാമയായിട്ടുള്ളത്. ആ ഭാമയായിട്ടുള്ള പരിചയമാണ് ചന്ദ്രമതിയുടെ മകൻ ശ്രുതിയായിട്ടുള്ളൊരു വിവാഹത്തിലോട്ട് തന്നെ ശ്രുതിയെ നയിച്ചത്. അപ്പോൾ ആ ഒരു പരിചയം എന്തായാലും ശ്രുതിക്ക് ഭാമയോടുണ്ട്. അപ്പോൾ ഇനി ഭാമയിൽ നിന്ന് ശ്രുതി ആ രഹസ്യം മനസ്സിലാക്കുമോ? കേസ് പിൻവലിക്കാൻ ചന്ദ്രമതിക്ക് എന്താണ് മാറ്റം ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കും ചന്ദ്രമതി കേസ് പിൻവലിക്കാനുണ്ടായ കാരണം? അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.